ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പേടിഎം ബാങ്കിന്റെ ബാനിനെ കുറിച്ചും സംഭവങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ന്യൂസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പേടിഎം ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് എന്ത് പറ്റും, അതുപോലെ തന്നെ പേടിഎം പേയ്മെന്റ് ബാങ്ക്സ് ഉപയോഗിക്കുന്നവർക്ക് എന്ത് പറ്റും, അതിന്റെ ഫുള്ളി അപ്ഡേറ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേടിഎം ബാങ്കിന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ ഇനിയിപ്പോൾ നോർമലി അതിന്റെ റിവാർഡും ക്യാഷ് ബാക്കും ഒക്കെ പേടിഎം വാലറ്റിലേക്ക് വരാറ്, അതിന്റെ അപ്ഡേറ്റ് എന്താ, അതുപോലെ തന്നെ ഇത് എങ്ങനെ അഫക്ട് ചെയ്യുക സംഭവങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. നിങ്ങളുടെ ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ ലൈക്കും ഷെയർ സംഭവങ്ങളൊന്നും കുറേ പേര് അടിക്കുന്നില്ല. ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ കമന്റ് ചെയ്യുക, നമ്മൾ എല്ലാ കമന്റ്സും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയിക്കേണ്ട കമന്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അവൈലബിൾ ആണ്. പേജ് പോയി ഫോളോ അടിക്കുക കേട്ടോ. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പേടിഎമ്മിന് നമ്മുടെ ജനുവരി 31 നമ്മുടെ RBIയുടെ സൈഡിൽ നിന്ന് ഒരു ബാൻ വന്നിട്ടുണ്ട്. അതായത് അവർക്ക് ഇനി പുതിയ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാനോ അതുപോലെ തന്നെ ഇനി നമ്മുടെ ഫെബ്രുവരി 31 ശേഷം ഇനി ക്രെഡിറ്റ് ട്രാൻസാക്ഷനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അവരുടെ പേടിഎം പേയ്മെന്റ് ബാങ്കും അതുപോലെ തന്നെ വാലറ്റും ഫുള്ളി ഫ്രീസ് ചെയ്തൊക്കെയാണ്. പക്ഷെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മുടെ അതിൽ കിടക്കുന്ന എമൗണ്ട് ഒക്കെ നമുക്ക് വിഡ്രോ ചെയ്യാനും സംഭവമൊക്കെ പറ്റും. അപ്പൊ അത് ഡെബിറ്റ് ട്രാൻസാക്ഷൻ നമുക്ക് അലൗഡ് ആണ്. അത് ആക്ച്വലി നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് RBI നിർത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ ഫുള്ളി ഫ്രീസ് ആവേണ്ടതാണ്. അപ്പോൾ ഇനി ഫെബ്രുവരി 29 ലാസ്റ്റ് ഡേറ്റ്. ഈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ വാലറ്റിലോ പേയ്മെന്റ് ബാങ്കിലോട്ടോ. അപ്പോൾ എന്തെങ്കിലും എമൗണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളാം. അപ്പൊ അവർ കുറെ ഉടായ്പ അവരുടെ ഓഡിറ്റ് റിപ്പോർട്ടിലും അങ്ങനത്തെ സംഭവത്തിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിരുന്നു ഇപ്പോൾ ബാൻ വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, പേടിഎം ബാങ്ക് എന്ന് പറയുന്നത് തന്നെ ഒരു ചൈനീസ് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഭയങ്കര പ്രൊമോഷൻ ആണ്. ഇത് ഇന്ത്യൻ കമ്പനി, മാങ്ങാത്തോല കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് 25% വരെ അവരുടെ ഒരു ചൈനീസ് കമ്പനിയുടെ കയ്യിലാണ്. ആകെ 8% മാത്രം അതിന്റെ ഓണറിന്റെ കയ്യിലുള്ളൂ. അപ്പൊ ഇത് ഇവര് ചുമ്മാ എന്താ പറയാ, ഈ ഇമോഷനിൽ വെച്ച് കളിക്കാനുള്ള പരിപാടിയിൽ ചുമ്മാ അടിച്ചിറക്കുന്നതാണ് ഇന്ത്യൻ കമ്പനി. അവർ പക്കാ ചെയ്യുന്ന ബിസിനസ്സാണ്. ഞാൻ പറഞ്ഞല്ലോ 8% ഒഴിച്ച് 92% അവരുടെ ഷെയറും ഓരോ കമ്പനിക്കാരുടെ കയ്യിലാണ്. അതും ഫോറിൻ കമ്പനിക്കാരുടെ കയ്യിലാണ്. ഇപ്പൊ മോറീഷ്യസിന്റെ കയ്യിൽ കുറച്ച് പേരുണ്ട്, മോറീഷ്യസ് കമ്പനിയുടെ കയ്യിൽ കുറച്ചെണ്ണുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനി ഒന്നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ ഇമോഷനിൽ ആരും ചാടി കയറി അതിന്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന സംഭവത്തിനൊന്നും പോകണ്ട. കുറെ ഉടായ്പമാര് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തന്നെ ഇവരെ പ്രത്യേകിച്ച് തീരെ ഒരു ഇഷ്ടമില്ലാത്തൊരു കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നിങ്ങൾ ഷെയർ മാർക്കറ്റിലൊക്കെ ഉള്ളതാണെങ്കിൽ അവരുടെ ഷെയർ ഒക്കെ വൻ ഇടിവാ വന്നേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇന്നലെ പേടിഎമ്മിന്റെ ബാങ്ക് ഉണ്ട്. ഞാൻ പേടിഎം പേയ്മെന്റ് ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ സൈഡിൽ നിന്ന് മെയിലും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇതിലും പറഞ്ഞേക്കുന്നത് ഈ സെയിം സംഭവം ഒക്കെ തന്നെയാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ നന്നായി. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറെ ഉടായ്പ നിങ്ങൾക്കറിയായിരിക്കും. ചൈനീസ് കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയായിരിക്കും ഉടായ്പ ആശയന്മാരാണ്. ഇപ്പോൾ കുറെ ചൈനീസ് കമ്പനികളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കുറെ ബാനായിട്ട്, ഇന്ത്യയിലല്ല US എല്ലായിടത്തും ബാനായിട്ടുണ്ട്. ഇവർക്ക് കുറെ ചോർച്ച പരിപാടി, അതുപോലെ തന്നെ ടാക്സ് വെട്ടിച്ചിട്ട് അവരുടെ സ്ഥലത്ത് കൊണ്ടുപോകുക, അങ്ങനത്തെ കുറെ പരിപാടി ചെയ്യുന്നുണ്ടല്ലോ അവന്മാർ. ഇപ്പോൾ കുറച്ചു കാലം മുമ്പ് തന്നെ വിവോ ഒപ്പോന്റെ ഒക്കെ കേസും സംഭവം ഒന്നുണ്ടായിരുന്നല്ലോ. കേസല്ല, നമ്മുടെ ടാക്സ് റൈഡ് സംഭവം ഒന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ചൈന എന്ന് തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് അവരുടെ സ്വഭാവം അറിയണ്ടായിരിക്കും. ഇപ്പൊ റീസെന്റ് തന്നെ ഇപ്പൊ എന്തോ പുതിയ ഇഷ്യന്മാരെന്തോ നമ്മുടെ ബോർഡറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ അങ്ങനെ ഓരോ ഉടായ്പിന്റെ ആശയന്മാരാണല്ലോ ചൈനീസുകാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ ഒരു ഇഷ്ടമില്ലാത്തൊരു കമ്പനി. അത് മാത്രമല്ല, നമുക്കിത് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങി എനിക്ക് തോന്നുന്ന ഒരു 3 കൊല്ലം സംതിങ് ആയിട്ട് ഞാൻ പേടിഎം പേയ്മെന്റ് ബാങ്ക് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ഒരു കൊല്ലം മാത്രമേ ഉപയോഗിച്ചുള്ളൂ. പിന്നെ അതിന് ശേഷം അവർ നല്ല ചാർജ് വെച്ചു, അവരുടെ ഡെബിറ്റ് കാർഡിന് ചാർജ് വെച്ചു, ആനുവൽ മെയിൻ്റെനൻസ് ചാർജ് വെച്ചു. അപ്പോൾ ഈ ചാർജ് കൊടുത്തിട്ട് ഈ ബാങ്ക് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നോർമൽ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചാൽ പോരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് നിർത്തി. അപ്പോൾ ഭയങ്കര ഓവർ ചാർജ് ആണ് ഉണ്ടാവും. ഭയങ്കര ഇടക്കിടയ്ക്ക് ഈ എന്താ പറയുക ഹിഡൻ ചാർജസ് നമ്മളൊക്കെ പിടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് സംഭവം നിർത്തിയാണ്, ഉപയോഗിക്കാറില്ല ഇപ്പോൾ. അപ്പോൾ അക്കൗണ്ട് മാത്രം അത് 0 ബാലൻസ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ചുമ്മാ അങ്ങനെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്ഡേറ്റ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 29 ശേഷം നിങ്ങൾക്ക് അതിലേക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഒന്നും പറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ വാലറ്റിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിന്നു. ഞാൻ ഓൺലി ഈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അതിലുള്ള എമൗണ്ട് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, ഡെബിറ്റ് ചെയ്യാം. അത് മാത്രമേ പറ്റുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അക്കൗണ്ട് കാലിയാക്കുക, വേറെ മെയിൻ പ്രൈമറി അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടാ. ഇനി നമുക്ക് വരുന്നത് പേടിഎം ക്രെഡിറ്റ് കാർഡിന്റെയാണ്. അപ്പോൾ കുറേ പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്ച്വലി ഇത് ഡയറക്ട്ലി പേടിഎം ക്രെഡിറ്റ് കാർഡിനെ അഫക്ട് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അത് ഫുള്ളി പേടിഎമ്മിന്റെ പ്രൊഡക്റ്റ് അല്ല. നിങ്ങൾക്കറിയായിരിക്കും SBI കാർഡ്സും അതുപോലെ തന്നെ HDFC കാർഡ്സും കൂടി ടൈപ്പ് ചെയ്തിട്ടാണ് അവർ ഈ ക്രെഡിറ്റ് കാർഡ് ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളി
അവരുടെ പ്രൊഡക്റ്റ് അല്ല. അപ്പോൾ ക്രെഡിറ്റ് കാർഡിനെ വലിയ കാര്യമായിട്ട് എഫക്ട് ചെയ്യുന്നില്ല. പക്ഷേ കുറേ ക്രെഡിറ്റ് കാർഡ് അവരുണ്ടായിരുന്നു, അവരുടെ ക്യാഷ് ബാക്ക് സംഭവമൊക്കെ ഡയറക്ട്ലി Paytm വാലറ്റിലേക്ക് അവരാണ്. ഇനി അത് നടക്കില്ല, എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് അത് ബാൻ ആയുള്ളൂ. ഇനിയിപ്പോൾ പക്ഷേ ഡയറക്ട്ലി ക്രെഡിറ്റ് ആവുന്നതാണ് പറഞ്ഞേക്കുന്നത്. അത് ഫുള്ളി കൺഫേം ആയിട്ടില്ല. നമ്മുടെ SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് പോലെയൊക്കെ ക്യാഷ് ബാക്ക് ഉള്ളത് ഡയറക്റ്റ് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റിലേക്ക് ആഡ് ഓൺ ആവും, നമ്മുടെ ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ. ആ പരിപാടിയിലേക്ക് മാറ്റാനുള്ള ഉദ്ദേശത്തിലാണെന്ന് പറഞ്ഞേക്കുന്നത്. അത് ഫുള്ളി കൺഫേം ആയിട്ടില്ല കേട്ടോ. അത് കൺഫർമേഷൻ വരുമ്പോൾ ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം. അപ്പോൾ ഇനി വാലറ്റിന്റെ പരിപാടിയൊന്നും നടക്കില്ല. ഞാൻ ഇപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ഉപയോഗിക്കാറുള്ളത് അവരുടെ വാലറ്റ് ആയിരുന്നു. എന്താ വെച്ചാൽ നമ്മുടെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും അങ്ങനത്തെ സംഭവത്തിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവമായിരുന്നു. പക്ഷേ അങ്ങനത്തെ കുറച്ച് ഉടായ്പ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പൊ എന്തായാലും ആ ഉടായ്പ കാണിച്ച സ്ഥിതിക്ക് അത് ബാൻ ആയത് നന്നായി. ഇപ്പൊ കുറച്ച് കാലം മുമ്പ് തന്നെ അവർക്ക് മുമ്പേ ഒരു ബാൻ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കറിയായിരിക്കും. ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ. ഇപ്പോൾ റീസെന്റ് കുറെ കാലമായിട്ട് ഇപ്പോൾ ബാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറെ ഉടായ്പമാർ കഴിക്കുന്നുണ്ട്. പിന്നെ ചൈനീസ് കമ്പനി ആയതുകൊണ്ട് സ്ഥിരമായിരിക്കാം. ഞാൻ അവരെ വേണമെങ്കിൽ ഷെയർ ഞാൻ പറഞ്ഞുതരാം. അവരെ ശരിക്കും ഇന്ത്യയുടെ കയ്യിലുള്ളത് അവരിൽ 8.something ഷെയർ ആണ് ഉള്ളൂ അവരുടെ കയ്യിൽ. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഫുള്ളി ഒരു ഫൈനാൻഷ്യൽ ടെക്നോളജി കമ്പനിയാണ്, നിങ്ങൾക്ക് അറിയിരിക്കുന്നത്. ഒരു മിനിറ്റ്, ഞാനത് അതിൻ്റെ ഏതൊക്കെ ഷെയർ, അതിൻ്റെ പാരന്റ് ഓർഗനൈസേഷൻ്റെ പേര് വരുന്നത് നമ്മുടെ 197 കമ്മ്യൂണിക്കേഷൻ Paytm ലിമിറ്റഡ് എന്നാണ് കേട്ടോ. ഇതിൻ്റെ ഷെയർ വരുന്നത് വിജയ് ശേഖർ ശർമ്മയാണ് അതിൻ്റെ ഓണർ. അയാളുടെ കയ്യിലുള്ളത് 8.92% മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വരുന്നത് ആൻഡ് ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് 24.88. ആൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ചൈനീസ് വൻകിട കമ്പനിയാണ്, ഒരു ഫൈനാൻഷ്യൽ കമ്പനിയാണ്. അലിബാബ ഗ്രൂപ്പിൻ്റെ ഒക്കെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. അലിബാബ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇടിയോട്ട് വലിയ സാധനമാണ്. പിന്നെ വരുന്നത് നമ്മുടെ കാനഡ പെൻഷൻ പ്ലാൻ ഇൻവെസ്റ്റ്മെന്റ് ബോണ്ട് കയ്യിൽ 1.5% ഉണ്ട്. പിന്നെ BH ഇന്റർനാഷണൽ ഹോൾഡിംഗ്സിന്റെ കയ്യിൽ 2% ഉണ്ട്. പിന്നെ ട്രസ്റ്റി സർവീസ് ലിമിറ്റഡിന്റെ കയ്യിൽ 5% ഉണ്ട്. സേഫ് ലിൽ മോറിഷ്യസ് കമ്പനി ലിമിറ്റഡിന്റെ കയ്യിൽ 10% ഉണ്ട്. ബാക്കിയെല്ലാം ഓരോ ആൾക്കാരുടെ കയ്യിലാണ്, ഓരോ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലാണ് കേട്ടോ. അപ്പൊ ഇതാണ് സത്യാവസ്ഥ. ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്ത്യൻ കമ്പനി ഒന്നും അല്ല സത്യം പറഞ്ഞ. അപ്പോൾ വലിയ എന്താ പറയാ, ഇപ്പോൾ റീസെന്റ് പക്ഷേ അത് നമ്മുടെ എന്താ പറയുക ഷെയർ ഹോൾഡിങ്സ് നമ്മുടെ വിജയ് ശേഖർ ശർമ്മയുടെ കയ്യിൽ ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ ചൈനീസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് അവർ തിരിച്ച് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ RBIയുടെ റൂൾ പ്രകാരം അത് ഇന്ത്യൻ കമ്പനി അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ചൈനീസ് ഇപ്പോൾ അതിനെതിരെ ഒരു സംഭവം RBI ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ആള് കുറച്ച് ഷെയർ ഇപ്പോൾ തിരിച്ചങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വിജയ് ശേഖർ ശർമ്മയുടെ കയ്യിൽ 19.42% ആണുള്ളത്. ആൻഡ് ഗ്രൂപ്പിന്റെ കയ്യിൽ 13.5%. ബാക്കിയൊക്കെ സെയിം ആണ്. പിന്നെ SVF ഹോൾഡിംഗ് സൈമാൻ ഇൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ കമ്പനിയുടെ കയ്യിൽ 17.46% ഉണ്ട്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഇന്റർനാഷണൽ കമ്പനീസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ ഒരു എന്താ പറയുക ഷെയർ ഹോൾഡിങ്ങിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ അവർക്ക് കുറെ ഇൻവെസ്റ്റ്മെന്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ Paytm ഇപ്പം നല്ല ഇടിവെട്ട് കാലം എന്ന് വേണമെങ്കിൽ പറയാം. ഇവർക്ക് ആക്ച്വലി ജപ്പാനിലും സർവീസ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയിക്കും ചിലപ്പോൾ. ജപ്പാനിലും ഉണ്ട്, കാനഡയിലും ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ തീരെ പ്രൊമോട്ട് ചെയ്യാത്ത ഒരു കമ്പനിയാണ് Paytm. പ്രൊമോട്ടല്ല, നമ്മളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരെ പ്രൊമോട്ടല്ല, എനിക്ക് തീരെ ഒരു എന്താ പറയുക ഇഷ്ടമില്ലാത്തൊരു കമ്പനി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ അതുകൊണ്ടാണ് അവരുടെ ക്രെഡിറ്റ് കാർഡ് അവർ എടുക്കാത്തത്. നമുക്ക് ഇപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് Paytmന്റെ SBI കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഓൾറെഡി HDFCയുടെ 4 കാർഡും അതുപോലെ തന്നെ SBIയുടെ 3 കാർഡും ഉണ്ട്. ഇവരുടെ Paytmന്റെ SBI UP കാർഡ് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എടുക്കാൻ ഒന്നാമത് ഇവരുടെ കാർഡ് ഭയങ്കര ഒരു അണ്ടർവാല്യൂഡ് കാർഡാണ്. അണ്ടർവാല്യൂഡ് എന്ന് പറയാൻ പറ്റില്ല, സോറി എന്താ പറയാ, ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ വാല്യൂ തരാത്തൊരു കാർഡ് എന്ന് പറയുന്നത് വെച്ചാൽ അതൊരു ലൈഫ് ടൈം ഫ്രീ കാർഡുകളൊന്നും അല്ല, എല്ലാം ചാർജ് ഉള്ള കാർഡാണ്. പോരാത്തിന് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വരെയുള്ള കാർഡുകളുണ്ട്. അപ്പൊ അതിന് വെച്ച് ആ ഫീസ് പേ ചെയ്യാൻ വെച്ച് നോക്കുമ്പോൾ തീരെ വാല്യൂ തരാത്തൊരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഓൾമോസ്റ്റ് ഈ കാർഡിന്റെ അതേപോലെ തന്നെയാണ് നമ്മുടെ Paytm, നമ്മുടെ ബജാജിന്റെ RBL കാർഡ്. അതും തീരെ അണ്ടർ വാല്യൂ തരുന്ന ഒരു കാർഡാണ്. നിങ്ങൾക്ക് അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡിൽ ഒരു ഫസ്റ്റ് യൂസറാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു കാർഡാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ലാത്ത കുറേ മൾട്ടിപ്പിൾ കാർഡ്സ് ഉള്ളവർക്ക് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യാത്തൊരു കാർഡാണ്. എന്ന് വെച്ചാൽ അതിന് തരുന്ന ഒരു വാല്യൂ ഒന്നും സാധനം തരുന്നില്ല. ബജാജ് RBL കാർഡ് ആയിക്കോട്ടെ ഈ സാധനം ആയിക്കോട്ടെ, രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, അങ്ങനത്തെ ഇപ്പോൾ മൂന്നാമത്തെ കാർഡായിട്ട് നിങ്ങൾ എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ കാർഡായിട്ട് എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ കാർഡായിട്ട് ഇത് എടുക്കാൻ പോവാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ എടുക്കാം. എന്ന് വെച്ചാൽ പ്രൈമറി കാർഡ് കിട്ടാൻ കുറച്ച് പാടാണ്, പ്രത്യേകിച്ച് നോർമൽ കാർഡുകൾ. അപ്പൊ അങ്ങനത്തെ സൈഡിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാട്ടോ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ ഒരു ബിലോ ആവറേജ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട, കുറെ പേര് ചെയ്യുന്നില്ല കേട്ടാ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ആവുമ്പോഴേക്കൊന്നും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം.